എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ കാരണം ഇത്രയും ദിവസം ഞാൻ വീഡിയോ എടുത്തിരുന്നത് ഒരു സെൽഫി സ്റ്റിക്ക് ഒരു കുടത്തിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ കൈ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഈ കൈ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ടൊരു ഒരു ഓവർ ഹെഡ് വ്യൂ കിട്ടുന്ന രീതിയിലൊരു ട്രൈപോഡൊന്നും പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ക് ഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യുപ്പി. സോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ക്യുപ്പിനെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ പ്രൊഫൈലിൻ്റെ നെയിം QUPPI ക്യുപ്പി എന്ന് മാത്രമാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് QUPPI 2 കൂടി ഇടുക. അതേസമയം നിങ്ങൾ യൂട്യൂബിലാണ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ടെയിൽസ് ഓഫ് ക്യുപ്പി എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. സോ എന്തായാലും ഇന്നത്തെ ഈ തട്ടിക്കൂട്ട് പരിപാടികൾ കാണാം. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മ്യൂസിക് പോട്ടെ 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 പോട്ടെ. എനിക്കിപ്പോൾ തലയിലൊതിച്ച ഐഡിയ പ്രകാരം നമുക്ക് 2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പും പിന്നെ 1 ഇഞ്ചിൻ്റെ 5-6 പൈപ്പും വേണ്ടി വരും. കൂട്ടത്തിൽ നിന്ന് ഞാൻ 2 ഇഞ്ചിൻ്റെ ഒരു മുഴുത്ത പൈപ്പ് എടുത്തു. അതിന് 3ആയി മുറിക്കുകയാണ്. ഈ 3ആയി മുറിച്ചത് 2 സാധനങ്ങൾ, 2 പൈപ്പിൻ്റെ പീസ് നമ്മുടെ ബാക്ക് ഡ്രോപ്പിന് വേണ്ടിയും 1 പൈപ്പിൻ്റെ പീസ് നമ്മുടെ മൊബൈൽ ട്രൈപോഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, എന്നാലും ഒരു യുക്തി വെച്ചിട്ടങ്ങ് മുറിക്കുക. ഞാനൊരു 40 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ എടുത്തേക്കണേ. ഒരു ആക്സോ ബ്ലേഡ് വെച്ച് ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും അങ്ങ് മുറിച്ച് മാറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് 2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇനി നമ്മൾ ചാന്ത് കൂട്ടാൻ പോവുകയാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ചാന്ത് കൂട്ടലിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ടല്ലോ ഈ മൈക്കാട് പണിക്ക് പോകുന്നവരെ നമ്മൾ പോയിട്ട് പൂജിക്കും. കോൺക്രീറ്റ് ചെയ്യാൻ അടിയന്തരമായി ആവശ്യമുള്ള സിമൻറ്റ് കുറച്ചെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആയുധമായ കരണ്ടി അതും എടുത്ത് വയ്ക്കുക. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുറേശ്ശെ സിമൻറ്റ് കരണ്ടി കൊണ്ട് കോരി ചട്ടിയിലേക്ക് എടുക്കുക. പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിമൻറ്റ് ഉപയോഗിച്ച് പരിചയമില്ലെങ്കിൽ കൈപൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് പാറപ്പൊടിയും കൂടി ചേർക്കുക. ഇതിനൊക്കെ എന്തോ റേഷ്യോ ഉണ്ട്, എനിക്കതൊന്നും അറിയില്ല. ഞാനൊരു ഊഹത്തിന് കുറച്ച് പാറപ്പൊടി അങ്ങ് തട്ടിയിടുകയാണ്. എന്നും പറഞ്ഞ് കുറേ ഒന്നും വാരി എടുത്ത് സാധാരണ 1:3 ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ചട്ടി സിമെൻറ്റിന് 3 ചട്ടി പാറപ്പൊടിയോ മണ്ണോ അങ്ങനെ എന്തോ ഉണ്ട്. ഇതിവിടെയൊക്കെ പണിക്ക് വരുന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. നിങ്ങളെന്തായാലും ചോദിച്ചും പറഞ്ഞൊക്കെ ചെയ്യും കേട്ടോ. സിമെൻറ്റും പാറപ്പൊടിയും നന്നായി ഇളക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളം കൂടി പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ശരിയാ, നിങ്ങൾ വിചാരിച്ച ശരിയാ. ഒഴിച്ചൊഴിച്ച് ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട്. സാരമില്ല, വെള്ളം കൂടിയാലും കുഴപ്പമില്ല. കുറച്ച് പാറപ്പൊടിയും കുറച്ച് സിമെൻറ്റും കൂടി ഇട്ടാൽ മതി. നമ്മൾ എന്തായാലും ഇതിനകത്ത് കുറച്ച് മെറ്റലൂടി ഇടും, കാരണം നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട സാധനത്തിന് നല്ല ഭാരം ഉണ്ടാവണം. സോ നമ്മൾ കുറച്ച് മെറ്റലും കൂടി ഇപ്പോൾ പറക്കിയിടും, അപ്പോൾ സെറ്റാവും. ഈ മെറ്റലും കൂടെ ഒക്കെ ഇട്ടിട്ടേ കുഴയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നല്ല കൈവേദന എടുക്കും.
ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ പൈപ്പില്ലേ, ആ പൈപ്പിൻ്റെ ഒരറ്റത്ത് സെലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിരിക്കണം. എന്തെന്ന് വെച്ചാൽ അതുവഴി നമ്മൾ ഈ ചാന്ത് കൂട്ടണ കയറി പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ട് അതങ്ങ് കവർ ചെയ്യണം. അതിനുശേഷം വേറെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടി എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് കറക്റ്റ് ആ ചട്ടിയുടെ നടുഭാഗത്തേക്ക് നമ്മൾ ആ സെലോ ടേപ്പ് വെച്ച് അടച്ച പൈപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നല്ല ഉറപ്പിച്ച് പിടിക്കുക. എന്നിട്ട് അതിന് ചുറ്റും നമ്മുടെ കോൺക്രീറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഒരു തവണ ഈ പൈപ്പ് വെച്ച് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ഇട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മളത് ഊരിയെടുക്കാനോ അതിൽ കുലുക്കി വെക്കാനോ ഒന്നും പോകരുത്. മുറുക്കുണ്ടോ എന്ന് നോക്കി, മുറുക്ക് ഉണ്ടാവില്ല, അത് സെറ്റായാലേ മുറുക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ സിമെൻ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കറണ്ട് വെച്ചൊന്ന് കുത്തി കൊടുത്താണ്ടല്ലോ, എല്ലാ സ്ഥലത്തേക്കും അത് സെറ്റാകും. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ നമ്മൾ വാർക്കുമ്പോഴത്തേക്ക് ഒരു കമ്പി വെച്ചിട്ട് കോൺക്രീറ്റിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി കൊടുക്കണം സെറ്റാവാൻ വേണ്ടിയിട്ട്. അതേ സംഭവം തന്നെ ഇവിടെ. അങ്ങനെ ഞാൻ 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഒരുപോലത്തത് നമ്മുടെ ബാക്ക് ഡ്രോപ്പിന് വേണ്ടി, 1 പ്രത്യേകതയായിട്ട് ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. എൻ്റെ സങ്കല്പത്തിലെ ബാക്ക് ഡ്രോപ്പ് സ്റ്റാൻഡിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത് വെച്ച സാധനം. ചട്ടിക്കകത്ത് പൈപ്പ് കോൺക്രീറ്റ് ചെയ്ത് നട്ട സാധനം 2 ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിക്കണം. പിന്നെ പൈപ്പുണ്ട്. ഈ പൈപ്പ് ഇതിപ്പോൾ 3 ഉണ്ട്. ഒരേ സൈസിലല്ല, ഏകദേശം 2 ഒരേ സൈസിലേയും പിന്നെ 1 നമുക്ക് ഇഷ്ടമുള്ള സൈസിലെടുക്കാം. എന്നിട്ട് ഈ ഒരേ സൈസിലുള്ള 2 ഉണ്ടല്ലോ, അതിൻ്റെ അറ്റത്ത് ഞാൻ ഈ ആംഗിൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആംഗിൾ എന്നാണ് തോന്നി പറയണം. ആംഗിളും പിന്നെ ഒരു നീളത്തിലുള്ള ഒരു പൈപ്പും. ഇതാണ് ഞാൻ എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 2 തുണി എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ പ്രിൻറ്റും ഒരു ബ്ലാക്ക് പ്രിൻറ്റും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഇതേ ഇങ്ങനെയാണ് ബാക്ക് ടോപ്പ്. ഇതിപ്പം വീതി കുറഞ്ഞ തുണിയായതുകൊണ്ടാണ് ഇത്രയും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് കൂടിയ തുണിയാണെങ്കിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് കിട്ടാൻ പറ്റും. വിളിച്ചു. അപ്പോൾ ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇതുപോലെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ആക്ച്വലി ഫോൺ ഇത്രയും ദിവസം ഞാൻ വീഡിയോ എടുത്തതൊക്കെ വെച്ചത് ഇതുപോലൊരു സെൽഫി സ്റ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ. അപ്പോൾ ആ സെൽഫി സ്റ്റിക്ക് ഒരു കുടത്തിനകത്ത് കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഒരു പാത്രത്തിലേക്ക് കോൺക്രീറ്റ് ചെയ്തു. അതിലൊരു പ്ലാസ്റ്റിക് പൈപ്പ് നാട്ടിയിട്ടുണ്ട്. ഇത് ഒരു 2 ഇഞ്ച് പൈപ്പ് എന്താണ് കേട്ടോ, ഇച്ചിരി വലിയ പൈപ്പാണ്. 2 ഇഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആകെയുള്ള ഒരു പൈപ്പ് നാട്ടാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള പൊക്കത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ഈ ബേസ് ഭയങ്കര വെയിറ്റ് ഉള്ളതായിരിക്കണം എന്ന് പറയണം. കാരണം ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോൺക്രീറ്റ് വെയിറ്റ് ഉണ്ടാവണം. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മെറ്റലൊക്കെ ഇടാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മളിനി അതിലേക്ക് നമ്മുടെ ആകെയുള്ളൊരു സെൽഫി സ്റ്റിക്കും പിന്നെ ഞാൻ എൻ്റെ ഒരു ഡമ്മി ഫോൺ വെച്ചിട്ടുണ്ട്. ആ ഡമ്മി ഫോണും ഇടുകയാണ്. നോക്കാം സക്സസ് ആവുമെന്ന്. ഓക്കെ, സെറ്റ് ആണോ? അങ്ങനെ ഫോണൊക്കെ അതിൽ സെറ്റായിരിക്കുന്നുണ്ട്. നമുക്ക് ഡയറക്ഷനിലൊക്കെ തിരിച്ചു വയ്ക്കാം, ഏത് ഡയറക്ഷൻ വേണമെങ്കിലും. ഓക്കെ, അപ്പം സ്ട്രെയിറ്റ് വ്യൂ എടുക്കാനെല്ലാം ഇങ്ങനെ എടുക്കാം. ആൻഡ് ഇതിന് നമുക്ക് ഹൈറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് വേറൊരു പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. വ്യൂ ഒക്കെ വേണമെങ്കിൽ നേരത്തെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇതിൻ്റെ പൊക്കം. ഇപ്പം എന്തേ ആണോ ഇത്ര ആയിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ സാധാരണ മേടിക്കുന്ന ട്രൈപോഡിനൊക്കെ ഇത്രയും പൊക്കമുള്ളതിന് തന്നെ നല്ല റേറ്റ് ആകും. ഇത് കണ്ടോ, ഒറ്റ ഒരു സാധനത്തിലാണ് ഇത് ഇത്രയും ബാലൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വെയിറ്റ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ പൈപ്പിട്ടു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉണ്ടല്ലോ, അതായത് ഈ ജോയിൻറ്റ്. ഇതിപ്പം എനിക്ക് പൈപ്പ് കിട്ടിയത് ഇത് 2 ഇഞ്ചും ഇത് 1 ഇഞ്ചും ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടി, ആടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച്
ഈ കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം എന്തേ ഇവിടെ ഞാനൊരു കാർഡ്ബോർഡ് ഇതുപോലെ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും, കാറ്റടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കാണിച്ചു തരാൻ പോണം. ഇവിടുത്തെ ഇത് ജോയിൻ്റ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ജോയിൻ്റ് എന്ന് പറഞ്ഞ് കിട്ടും, എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും ഈ സാധനം കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. എനിക്ക് ഫോൺ കൈ പിടിച്ച് എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഫോൺ ഇരിക്കുന്നത്, ഊരാൻ പറ്റുന്നില്ല നോക്കട്ടെ. യെസ്, ഞാൻ എന്താ ഇപ്പോൾ ഇത് ഊരിയെടുത്തു. ഇതിൻ്റെ അറ്റത്ത് നമ്മുടെ ഫോണുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ, അതായത് ഒരു ഓവർ ഹെഡ് വ്യൂ ആയിരിക്കും നമുക്ക് വേണ്ടത്, അല്ലേ? താഴേക്കുള്ള വ്യൂ ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഈ ഫോൺ എങ്ങനെ വെച്ചാലും നമുക്ക് താഴേക്കുള്ള ഒരു ചെറിയൊരു വ്യൂ കിട്ടത്തുള്ളൂ. അതുമല്ല, ഈ ഭാഗം നമ്മുടെ വീഡിയോയിൽ വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇങ്ങോട്ടൊരു നീട്ടം വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ വേറൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നീട്ടം കൊടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഇതുപോലെ ടീ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ടീ ജോയിൻ്റ് എന്ന് എന്തോ ആണ് പറയുന്നത്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ടീ എന്നാണ് പറയുന്നത്, നമ്മളിവിടെ ടീ എന്നാണ് പറയണത്. അപ്പം ഈ സാധനം നമ്മളിതിൽ ഘടിപ്പിക്കാൻ പോവുകയാണേ. അതായത് ഇവിടെ ആയിട്ട് ഇത് ഘടിപ്പിക്കും. ഈ സെൽഫി സ്റ്റിക്ക് ഊരിയെടുക്കാം. അതിനുശേഷം ഈ സാധനം പിടിപ്പിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ സെൽഫി സ്റ്റിക്ക് കയറുന്നില്ല, ഇതിലേക്ക് ഇടുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നേരത്തെ ഇവിടെ ഈ ബൈൻഡ് വെച്ചില്ലേ, അതുപോലെ ഇത് ബൈൻഡ് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുത്താൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഫോൺ താഴ്പ്പും. ഞാൻ ടീ ആംഗിൾ അടുപ്പിച്ചിട്ട് ഈ സെൽഫി സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇവിടെ കുറച്ച് കാർഡ്ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ട്രൈപോഡിൻ്റെ മുകളിൽ. ഇത് നമുക്ക് ഇവിടെ ഈ സെൽഫി സ്റ്റിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. വേണ്ട, സെറ്റല്ലേ? അഥവാ ഇനി നമുക്ക് വീണ്ടും ഹൈറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു പൈപ്പും കൂടി നാട്ടിയിട്ട് അതിനുള്ളിലേക്ക് സെൽഫി സ്റ്റിക്ക് ഇട്ട് വെച്ചേക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി വലിയൊരു വ്യൂ, അതായത് കുറച്ചുകൂടി ലെങ്ത്തിൽ ഇത് കിട്ടണമെങ്കിലുള്ള ഒരു പരിപാടിയാണ്. ഒരു ടീ ആംഗിൾ വെക്കുക. എന്നിട്ട് ഞാനിതിപ്പം 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇതിൽ നാട്ടിയേക്കണേ. എന്നിട്ട് ഇത് 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഈ 1/2 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഒരു സൈഡിൽ കൂടെ സെൽഫി സ്റ്റിക്ക് കുത്തി കയറ്റി വെക്കുക. ഇവിടെ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഇരിക്കും, മൊത്തത്തിൽ ഔട്ട്ലുക്ക് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ കല്ല് എന്തിനാണെന്ന്. ഈ കല്ല് എന്തിനാണെന്ന് വെച്ചാൽ ഈ സൈഡിൽ ഇപ്പം ഫോണിൻ്റെയും സെൽഫി സ്റ്റിക്കിൻ്റെയും വെയിറ്റ് ഇല്ലേ, അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കല്ല് ചെറുകെ നാട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ചെറിയ ചരിവുണ്ടെങ്കിലും അവിടെ ചെറിയ ചരിവിലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് കൂട്ടിയാലത് സ്ട്രെയിറ്റ് ആയിക്കോളും, അതിൻ്റെ ഒരു പ്രശ്നമില്ല. ശരിക്കും ഈ കല്ല് നമ്മൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ അറിയില്ല അങ്ങനെ വലുതായിട്ട്. എന്തായാലും ആ ഭാഗത്തേക്ക് ഇടുക. ഇതിപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഈ അരികിലേക്കാണ് ഈ അരികിലേക്കാണ് നീട്ടിയിടുന്നതെങ്കിൽ കണ്ടോ, ഇതിനൊരു ബാലൻസ്ഡ് സ്റ്റേറ്റ് കിട്ടില്ല. കണ്ടോ, ആ സൈഡ് താന്നുപോയി, ആൻഡ് ഫോണിൻ്റെ ഭാഗം പൊങ്ങിപ്പോയി. അപ്പം ഈ കല്ലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റർ. അപ്പം ഇത് ഒരുപാട് ഇതിപ്പം കുറച്ച് അടുത്തിട്ടപ്പോഴത്തേക്ക് വീണ്ടും ഈ സൈഡ് താന്നുപോയി, അങ്ങനെ. അപ്പോൾ എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കിത് ഈ ഫോണിങ്ങനെ മറിച്ചോ തിരിച്ചോ ഒക്കെ കൊടുത്താൽ മതി. ആൻഡ് ഫോണപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടോപ്പ് വ്യൂ, ഇതിപ്പോൾ ഞാൻ സെൽഫി വ്യൂ ആണ് എടുത്തേക്കണേ, ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ താഴെ ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മുകളിലേക്ക് നോക്കിയാൽ സെൽഫി ആകുമ്പോൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക വെച്ചാൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ബാലൻസിങ് ട്രൈപോഡും അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ബാക്ക്ഡ്രോപ്പും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് സെറ്റപ്പാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഐഡിയാസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലാണ് നിങ്ങൾക്ക് എന്നെ കാണേണ്ടതെങ്കിൽ ടെയിൽസ് ഓഫ് ക്യുപ്പി എന്ന് പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് നിങ്ങൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ക്യുപ്പി എന്ന് പറയുന്ന ഒരു പേജുണ്ട്, QUPPI. അതുപോലെ യൂട്യൂബിലാണ് ടെയിൽസ് ഓഫ് ക്യുപ്പി, TALES ഓഫ് ആൻഡ് QUPPI എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ട്രൈപോഡും പിന്നെ ബാക്ക് ഡ്രോപ്പും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത വേറെ കുറേ ഐഡിയാസും വേറെ കുറേ വീഡിയോസും ആയിട്ട് ഞാൻ വീണ്ടും വരും.
എന്തായാലും നിങ്ങളൊരു യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, വീഡിയോ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബാക്ക്ഡ്രോപ്പ് എന്തായാലും ആ ഒരു പ്രശ്നം തീർന്നു. ആൻഡ് ട്രൈപോഡിന്റെ പ്രശ്നം തീർന്നിട്ടുണ്ട്. സാധാരണ ഇതിനൊക്കെ നമ്മൾ നല്ലൊരു ക്വാളിറ്റി മേടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കാശാവും. ഞാൻ ഈ ട്രൈപോഡിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു 400 രൂപയ്ക്ക് ഞാൻ ഒരു സാധനം മേടിച്ചു കേട്ടോ. അത് ഭയങ്കര പൊട്ടായിരുന്നു, എല്ലാം ഒടിഞ്ഞൊക്കെ പോയി. എന്നാലും അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഒരു 150 രൂപയുടെ പോലും ചിലവില്ല ഇതിനൊന്നും. ആൻഡ് സെൽഫി സ്റ്റിക്ക് എനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്, എൻ്റെ ഫ്രണ്ട് ചേച്ചി ഗിഫ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് സായുജി ചേച്ചി, സ്പെഷ്യൽ താങ്ക്സ് ആണ്. സോ അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യൂപ്പി. ഇനിയും കാണാം.